കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെ നമ്മളെ നിത്യോപയോഗത്തിൽപ്പെട്ട ഒന്നാണ്. അതുമാത്രമല്ല വേറെയും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വേർതിരിച്ച് പറയാൻ കാരണം നമ്മൾ കുരുമുളകിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സുഗന്ധവിളകളായിട്ടുള്ള കുരുമുളക്, ഇഞ്ചി, മഞ്ഞളൊക്കെ മറ്റുള്ള കൃഷിയെ പോലെയല്ല നമുക്ക് തന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ കുരുമുളക് അതിലും ഈസിയാണ്. കാരണം നമ്മളൊരു പ്രാവശ്യം നട്ടു കൊടുത്താൽ മതി, പിന്നെ അതിൻ്റെ ആവർത്തനമില്ല, പരിചരണം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇഞ്ചി, മഞ്ഞളൊക്കെ വർഷാവർഷം നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ കുരുമുളകിൽ ആവർത്തനമില്ല. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ പരിചരണം മാത്രമേ അതിന് വേണ്ടുള്ളൂ. അത് എത്രയോ കാലം വേണമെങ്കിലും കേടുകൂടാതെ നമുക്ക് വിളകൾ തന്നുകൊണ്ടിരിക്കും. എന്നാൽ കുരുമുളകൊക്കെ നമ്മൾ കൃഷി ചെയ്യാതെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് മായം ചേർക്കാൻ കഴിയും. എനിക്ക് വളരണം, ഏത് രീതിയിലെങ്കിലും വളരണം എന്ന് ചിന്തിച്ച് മനുഷ്യൻ ഇന്ന് വളർച്ച തേടി നടക്കുന്ന കാലമാണ്. അവൻ എങ്ങനെയെങ്കിലും വളരണം എന്നുള്ള രീതിയിൽ തേടി നടക്കുന്ന കാലത്ത് അവൻ അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പലതും ഉപയോഗിച്ചെന്ന് വരും. അപ്പോൾ അവൻ്റെ വളർച്ചയ്ക്കിടയിൽ മറ്റുള്ളവർക്ക് വിളർച്ച ബാധിക്കുന്നുണ്ടോ, വിളർച്ച അനുഭവിക്കുന്നുണ്ടോ എന്നൊന്നും അവൻ ചിന്തിക്കുകയില്ല. അപ്പോൾ പലതിലും മായം ചേർക്കുന്ന പോലെ തന്നെ കുരുമുളകിൽ നന്നായിട്ട് മായം ചേർക്കാൻ കഴിയും. നമ്മൾ നിത്യോപയോഗ സാധനമായിട്ട് കുരുമുളക് പൊടിയായിട്ടും മറ്റേ കുരുമുളകായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്നു. എന്നാൽ ഇഞ്ചി, മഞ്ഞൾ എന്നിവ അങ്ങനെയല്ല. നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വിളയാണെങ്കിലും നമ്മൾ പലരും അത് ഉണ്ടാക്കുന്ന മെനക്കേട് കൊണ്ട് വാങ്ങി ഉപയോഗിക്കാറാണ്. എന്നാൽ മഞ്ഞൾ നമ്മൾ പൊടി വാങ്ങുമ്പോൾ മാത്രമേ മായം ഉണ്ടാവുള്ളൂ. എന്നാൽ മഞ്ഞൾ നേരിട്ട് വാങ്ങുമ്പോൾ അതിൽ മായം വല്ലാതൊന്നും കലർത്താൻ കഴിയില്ല. എന്നാലും മഞ്ഞളിൻ്റെ കുർക്കുമീൻ നഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് മഞ്ഞൾ ലഭിക്കുക. എന്നാൽ നമ്മളുണ്ടാക്കുന്നത് മഞ്ഞളിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ വാങ്ങുമ്പോൾ മഞ്ഞൾ നേരിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അതിൽ മായം ചേർത്ത് കിട്ടുകയില്ല. അതുപോലെ തന്നെ ഇഞ്ചിയും തന്നെ നമുക്ക് മായം ചേർത്ത് കിട്ടുകയില്ല. വളപ്രയോഗം മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാകും എന്നല്ലാതെ മായം ചേർത്തത് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ കുരുമുളക് അങ്ങനെയല്ല. കുരുമുളക് പൊടിയായാലും അതിൽ മായം കലർത്താൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ കുരുമുളക് ആയാലും അതിൽ മായം കലർത്താൻ എളുപ്പമാണ്. പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുരുമുളക് വാങ്ങി പൊടിപ്പിച്ചിട്ട് കയ്പ്പ് ആണ് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓമക്കായിൻ്റെ വിത്തുകൾ, കുരുകളൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്. അറിയാത്ത വിധം കുരുമുളകിൻ്റെ രീതിയിൽ ഇതിൽ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മറ്റുള്ളവരുടെ വളർച്ചയ്ക്കിടയിൽ നമ്മളിൽ പലർ ഇതേപോലെയൊക്കെ വിളർച്ച അനുഭവിക്കും. അപ്പോൾ കുരുമുളകിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുരുമുളക് കൃഷിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ താല്പര്യം തോന്നായികയുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് നമുക്ക് അറിയാഞ്ഞത് കൊണ്ടാണ്. ഈ കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കുരുമുളക് നന്നായിട്ട് വളർത്തിയെടുക്കും. കാരണം മായം ചേർക്കാത്തത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കുന്നതാണ്. നമ്മൾ 1, 2, 3 തൈകൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ആവശ്യാനുസരണം നമ്മുടെ വീട്ടാവശ്യത്തിനെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് കുരുമുളകിൻ്റെ ഒരു പ്രധാനം. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. കാരണം കുരുമുളകിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ഒരു വലിയ താല്പര്യമില്ലാത്ത മട്ടിലൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ താല്പര്യം കുറയ്ക്കേണ്ട ഒരു ഒന്നല്ല കുരുമുളകിന് നന്നായിട്ട് നമ്മൾ താല്പര്യം കൊടുക്കണം. കാരണം നമ്മൾ പല രീതിയിലും നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനം കൊണ്ട് തന്നെയാണ് നമ്മളത് അതിൻ്റെ രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മായം ചേർത്താണ് കിട്ടുന്നതെങ്കിൽ അതിൽ യാതൊരു കാര്യമില്ല. നമ്മൾ കുരുമുളക് അതിലും നല്ലത് നമ്മൾ കുരുമുളക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.